1857 റിവോൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് നടന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. അതിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഉത്തരേന്ത്യയിലാണ് ഇത് നടന്നത്. അതുപോലെ അവധിലാണ് ഇത് കൂടുതൽ ശക്തമായിട്ട് നടന്നത്. പിന്നെ അന്നത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ പോരാളി എന്ന് പറയുന്ന മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ ഈ വിപ്ലവം തുടങ്ങുന്നതിന് മുന്നേ മാർച്ച് മാസത്തിൽ 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയാണ്. കാരണം ആ തോക്ക് വെച്ച് വെടിവെക്കാനായിട്ട് പശുവിൻ്റെയും പന്നിയുടെയും മാംസം കൊണ്ട് ഉണ്ടാക്കിയ തിരയുള്ള തോക്ക് വെച്ച് വെടിവെക്കാനായിട്ട് മംഗൾ പാണ്ഡെ വിസമ്മതിക്കുകയും അതിനെ എതിർത്ത ഉദ്യോഗസ്ഥനെ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു മംഗൾ പാണ്ഡെ. അതെന്തായിരുന്നു? 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ 34 ബംഗാൾ ഇൻഫൻട്രിയിലെ ക്യാമ്പിലെ അംഗമായിരുന്നു. അപ്പോൾ 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നു. ഇതിൻ്റെ കാരണം കൊണ്ട് മംഗൾ പാണ്ഡെ ഏപ്രിൽ 8 തൂക്കിലേറ്റുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 24 ബാക്കിയുള്ള ഒരുപാട് സൈനികർ, 90ഓളം സൈനികർ, 3rd ഇൻഫൻട്രിയിലുള്ള കവലറിയിലുള്ള സൈനികർ വിസമ്മതിക്കുന്നു, 90ഓളം ആൾക്കാർ. അങ്ങനെ അതിനുശേഷം 85ഓളം സൈനികരെ അറസ്റ്റ് ചെയ്ത് 10 വർഷത്തേക്ക് ജയിലിൽ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്നായിരുന്നു? മെയ് 9. ഇതെല്ലാ കാരണങ്ങൾ കൊണ്ടാണ് മെയ് 10 മീററ്റിൽ ഇങ്ങനെ ഒരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താൽക്കാലിക വിജയം എന്ന് പറയുന്നത് ഇവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു, ഈ വിപ്ലവകാരികൾക്ക്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കാണ്. 1857 വിപ്ലവം എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ടൊരു വിപ്ലവമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഡിസിഷൻസ് എടുത്തു. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അൾട്ടിമേറ്റ് ജയം ബ്രിട്ടീഷുകാർക്കാണെങ്കിലും ഇതിനിടയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ജയം ഇവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ബഹദൂർ ഷാ സെക്കൻഡാണ് അന്നത്തെ ഡൽഹി വാണിരുന്ന ആളെന്ന് പറയുന്നത്. ബഹദൂർ ഷാ സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. വളരെ ക്ഷീണിതനും അവശതയിലുമുള്ള, യുദ്ധമൊന്നും ചെയ്യാനായിട്ട് യാതൊരു കെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ്. അദ്ദേഹമാണ് ലാസ്റ്റ് മുഗൾ എംപറർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അവസാനത്തെ മുഗൾ എംപറർ ആയിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ്. അതോടുകൂടി മുഗൾ ഭരണം അവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഹൂസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹദൂർ ഷാ സെക്കൻഡാണ്. അപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡിനെ ഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത്? വാഴിക്കുന്നത്, അല്ലേ? വാഴിച്ചിരുന്നത് ഡൽഹിയിൽ. അതായത് ഈ മീററ്റിലാണ് വിപ്ലവം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ആ വിപ്ലവകാരികൾ നേരെ ഡൽഹിയിലേക്കാണ് പോയത്, ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ അടുത്ത് യുദ്ധത്തിൽ, അല്ലെങ്കിൽ യുദ്ധമല്ല, ഈ ഒരു വിപ്ലവത്തിൽ അവരെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവശതയിലായതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം ഈ വിപ്ലവകാരികളെ അനുകൂലിക്കുകയാണ് ചെയ്തിരുന്നത്. ഡൽഹിയിലേക്കാണ്. അപ്പം മെയ് 10 വിപ്ലവം തുടങ്ങിയ വിപ്ലവകാരികൾ പുറപ്പെട്ട് നേരെ ഡൽഹിയിലോട്ടാണ് ആദ്യം പോകുന്നത്, ഇദ്ദേഹത്തിൻ്റെ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നയിച്ചവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും പിന്നെ എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ പല രീതിയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ഭക്ത് ഖാനാണ്. എന്താണ് ഡൽഹി നയിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയിൽ ഈ ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ട് ആ ഡൽഹിയിൽ സമരം നയിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കൂടുതൽ നാട്ടുരാജാക്കന്മാരൊക്കെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന് കുറേ പിടിച്ചെടുത്തു, അല്ലേ, നാട്ടുരാജാക്കന്മാരുടേത്. അതുപോലെ തന്നെ അവരുടെ പ്രയോറിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ റാങ്ക് നഷ്ടപ്പെട്ടു, അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരുടെ ഭരണം ശരിയല്ലെങ്കിൽ അതും കണ്ടുകെട്ടാന്നൊക്കെ ഉള്ളത് ഡൽഹി ഹൗസിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതുകൊണ്ട് നാട്ടുരാജാക്കന്മാരുടെ ഒരു റിവോൾട്ടായിട്ട് നമുക്ക് തന്നെ പറയാം, സൈനികരുടെ റിവോൾട്ടായിട്ട് നമുക്ക് പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ നിർവചിക്കാൻ പറ്റുന്നതാണ്, അല്ലേ? അപ്പോൾ ഇതിൽ ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയതെന്ന് വെച്ചാൽ ജനറൽ ഭക്ത് ഖാനാണ്. അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? അപ്പോൾ അത് നിങ്ങൾ ഓരോ ക്ലൂസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം.
അപ്പം ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡ് പക്ഷെ അത്ര ക്ഷീണിതനായിരുന്നു, അവശനായിരുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ ജനറൽ ഭക്ത് ഖാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൺപൂർ എപ്പോഴും ചോദിക്കുന്നതാണ്. കാൺപൂർ നാനാ സാഹിബൊക്കെ ഇതിൽ ചേരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെൻഷൻ ഒന്നും കൊടുക്കില്ലായിരുന്നു ഈ ഒരു ബ്രിട്ടീഷുകാർ. അതുകൊണ്ടാണ് ഈ ഒരു റിവോൾട്ടിൽ നാനാ സാഹിബ് ചേർന്നത്. കാൺപൂരിൽ ആണ് നാനാ സാഹിബ് ഇത്തരത്തിലുള്ള ഒരെണ്ണം നടത്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ദത്തുപുത്രനാണ്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇതിൽ യോജിച്ച് വന്നത് എന്നുള്ളത്. അതായത് പേഷ്വ ബാജിറാവുവിൻ്റെ രണ്ടാമത്തെ ദത്തുപുത്രനായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ലക്നൌവിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഇവരെ അവധിലെ റാണി എന്ന് പറയാറുണ്ട്. ഝാൻസിയിലെ റാണിയാണല്ലേ. അപ്പം അതുപോലെ അവധിലെ റാണി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സ്ത്രീയുടെ പേര് പഠിക്കുന്ന ബീഗം ഹസ്രത്ത് മഹലാണ്. അവരാണ് അവധിലെ റാണി എന്ന് പറയുന്നത്. അപ്പം അവധിലും എന്ത് ചെയ്തിട്ടുണ്ട്, ബീഗം ഹസ്രത്ത് മഹലിന് ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അവധിലും ഉണ്ടായിരുന്നു. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹലാണ് അവധിൽ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് അവധിലെ റാണി എന്ന് ബീഗം ഹസ്രത്ത് മഹലിനെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കാൺപൂരിലെ ലീഡർഷിപ്പ് നയിച്ച നാനാ സാഹിബിൻ്റെ സൈന്യാധിപനാണ് താന്തിയ തോപ്പി. ഇതെപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. താന്തിയ തോപ്പി സൈന്യാധിപനായിരുന്നു. സൈന്യാധിപനായിരുന്നു. നാനാ സാഹിബിൻ്റെ സൈന്യാധിപനാണ് താന്തിയ തോപ്പി. അപ്പോൾ ഇദ്ദേഹം ഗറില്ല വാറിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് താന്തിയ തോപ്പി. അവസാനം ഈ റിവോൾട്ട് പരാജയപ്പെടും എന്നുള്ള വക്കെത്തിയപ്പോൾ നാനാ സാഹിബ് എനിക്ക് തോന്നുന്നു നേപ്പാളിലോട്ടാണ് കടന്നത്. അതേസമയം എവിടെയും പോവാതെ ഒരിടത്തും ഒളിത്താവളം ഒന്നും നോക്കാതെ അവിടെ നിന്ന് പൊരുതി അവസാനം ഇദ്ദേഹം മരിക്കുകയല്ല കൊല്ലപ്പെടുകയുണ്ടായി താന്തിയ തോപ്പി. അപ്പം നാനാ സാഹിബ് ഓടി രക്ഷപ്പെട്ടപ്പോഴും താന്തിയ തോപ്പി അവിടെ തന്നെ നിന്ന് പൊരുതുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബീഹാർ അല്ലെങ്കിൽ ആറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവർ സിംഗ് ആണ്. ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിൽ നമ്മൾ കേട്ട് മടുത്ത കാര്യമായിരിക്കും അല്ലേ, PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ. ബീഹാർ അല്ലെങ്കിൽ ആറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവർ സിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഫരീദാബാദ്, ഇതാണ് ഫരീദാബാദ് അല്ലെങ്കിൽ ഫൈസാബാദ് എന്നൊക്കെ പറയുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ബറേലി എന്ന് പറയുമ്പോൾ ബഹദൂർ ഖാൻ. ഝാൻസി റാണി ലക്ഷ്മി ഭായി ആണ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ലീഡേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് ജഗദീഷ്പൂർ എന്ന് പറഞ്ഞത് കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂർ എന്താണ്? കൺവർ സിംഗ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആസാമിലുള്ളതാണ് ദിവാൻ മണിറാം ആണ് ആസാമിൽ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി. മീററ്റിൽ ആരായിരുന്നു? കദം സിംഗ് ആണ്. ആഗ്ര, അയോധ്യ, അവധൊക്കെ എന്ന് പറയുമ്പോൾ ബീഗം ഹസ്രത്ത് മഹലാന്ന് അറിയാം. അതുപോലെ തന്നെ എന്താണ്, ആഗ്രയിൽ, അയോധ്യയിൽ ഒക്കെ എന്താണ്, ബീഗം ഹസ്രത്ത് മഹലാണ്. ബറേലി, റോഹിൽഗഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, ബറേലി, റോഹിൽഗഡ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാൻ ബഹദൂർ ഖാനാണ്. അടുത്തത് ബറൗത്ത് പർഗാന. അടുത്ത ഓരോ സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. ബറൗത്ത് പർഗാന. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അപ്പം നിങ്ങളത് പല രീതിയിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാമല്ലോ, ഇതൊക്കെ ഹിന്ദി വാക്കായതുകൊണ്ട്. ബറൗത്ത് പർഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമാലാണ് അവിടെ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഹരിയാനയിൽ ആരായിരുന്നു വെച്ചാൽ റാവോ തുലാറാം. ആരാണ്? ഹരിയാനയിൽ റാവോ തുലാറാമാണ്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആരായിരുന്നു വെച്ചാൽ ജയ്ദയാൽ ഹർദയ. മധുരയിൽ ദേവി സിംഗ്. അതുപോലെ അലഹബാദ്, അലഹബാദും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ബനാറസും ഉണ്ട്. അവിടെ ലിയാഖത്ത് അലിയാണ്. ആരാണ്? ലിയാഖത്ത് അലിയാണ് അലഹബാദിലും അതുപോലെ തന്നെ ബനാറസിലും. മൊറാദാബാദിൽ ആരാണെന്ന് വെച്ചാൽ അബ്ദുൾ അലി ഖാൻ. ആരാണ്? അബ്ദുൾ അലി ഖാനാണ് മൊറാദാബാദിൽ
നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി അബ്ദുൾ അലി ഖാൻ. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് മാൻഡസോർ. എന്താണ് മാൻഡസോർ എന്ന് പറയുന്നിടത്ത് ഫിറോസ് ഷാ. മാൻഡസോർ എന്ന് പറയുമ്പോൾ ഫിറോസ് ഷായാണ് വരുന്നത്. കാൺപൂറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, നാനാ സാഹിബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ പറയുന്നത്. ഇനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്വാളിയോർ ഉണ്ട് കേട്ടോ. ഗ്വാളിയോർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റാണി ലക്ഷ്മി ഭായിയും ഝാൻസി റാണി, അതുപോലെ തന്നെ താന്തിയ തോപ്പ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. ആദ്യം റാണി ലക്ഷ്മി ഭായി ആയിരുന്നു, പിന്നീട് താന്തിയ തോപ്പിയാണ് അവരെ കൂടെ ചേരുക ചെയ്തത്. റാണി ലക്ഷ്മി ഭായി ഗ്വാളിയർ പിടിക്കാൻ പോയപ്പോൾ താന്തിയ തോപ്പിയുടെ ഭയങ്കര സൈന്യാധിപനല്ലേ, അദ്ദേഹത്തിൻ്റെ സഹായം കൂടെ കിട്ടി. എന്നിട്ട് ഗ്വാളിയാറിലെ സിന്ധ്യയിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിന്ധ്യ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട് ഗ്വാളിയാറിലെ. അപ്പോൾ സിന്ധ്യ പ്രവിശ്യയിലുള്ള ഗ്വാളിയാർ കോട്ട റാണി ലക്ഷ്മി ഭായിയും അതുപോലെ പിന്നെ താന്തിയ തോപ്പിയും കൂടെ ചേർന്നിട്ട് അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് പിടിച്ചെടുത്തെങ്കിലും പിന്നീട് ഝാൻസി റാണി വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് ആരാണ് വധിച്ചതെന്നൊക്കെ നമ്മളിനി കാണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മേജർ ഹ്യൂഗ് റോസ് കേട്ടിട്ടുള്ളതായിരിക്കാം, പരീക്ഷയ്ക്ക് പലപ്പോഴും വന്നിട്ടുള്ളതാണ് മേജർ ഹ്യൂഗ് റോസ്. അപ്പോൾ ഹ്യൂഗ് റോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയത്. ഇത്രയൊക്കെയായി പരാജയപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിന് ഝാൻസി റാണിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപ്ലവകാരികളിലെ സമുന്നത നേതാവ്. അപ്പം നേതാവ് എന്ന് ഹ്യൂഗ് റോസ് വിളിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന്. പക്ഷെ അങ്ങനെയല്ല, വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് എന്ന് വിളിച്ചത് ഝാൻസി റാണിയെയാണ്. അതുപോലെ വിപ്ലവകാരികളിലെ ഏറ്റവും അപകടം പിടിച്ച നേതാവ് എന്ന് ഹ്യൂഗ് റോസ് പറഞ്ഞതും ഝാൻസി റാണിയെയാണ്. ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശിതമായ ബിന്ദു. ഇതൊരിക്കലും നമുക്ക് ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ, പക്ഷെ നമ്മളത് പഠിച്ചേക്കണം. ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശിതമായ ബിന്ദു എന്നാണ് പറഞ്ഞത്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണികയാണ്. ഝാൻസി റാണിക്ക് ഒരു കുതിര ഉണ്ടായിരുന്നു, ആ കുതിരയുടെ പേരെന്ന് പറഞ്ഞാൽ ബാദൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചേതക് എന്ന് പറയുന്ന കുതിര ആരുടെ ആയിരുന്നു? റാണ പ്രതാപ് അല്ലേ, ചോദിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കാം പണ്ടൊക്കെ, അപ്പോൾ അങ്ങനെ അറിയില്ല. അപ്പം റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേരാണ് ചേതക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കുതിരയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പം ഝാൻസി റാണിയുടെ കുതിരയുടെ പേരെന്താ? ബാദൽ. ചേതക് എന്ന് പറഞ്ഞിട്ടുള്ള കുതിര ആരുടെയാണ്? റാണ പ്രതാപ്. റാണ പ്രതാപ്. ഡൽഹി വിപ്ലവത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ. ലക്നൌവിലും അതുപോലെ തന്നെ കാൺപൂരിലും ഒക്കെ കേണൽ ക്യാമ്പലാണ് വിപ്ലവത്തിനെ അടിച്ചമർത്തിയത്. അപ്പോൾ ക്യാമ്പൽ എവിടെയൊക്കെയായിരുന്നു വിപ്ലവത്തിൻ്റെ ഇത് അടിച്ചമർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌവിലും കാൺപൂറിലുമാണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത് വിപ്ലവകാരികളെ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ഹോഡ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത്. വില്യം ഹോഡ്സൺ ആണ് ബഹദൂർ ഷാ സെക്കൻഡിനെ കീഴടക്കുന്ന വ്യക്തി. വില്യം ഹോഡ്സന്റെ മുന്നിലാണ് ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങുന്നത്. എന്നിട്ട് അതിനുശേഷം വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം റങ്കൂണിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുന്നു. അപ്പം റങ്കൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? ബർമ്മയാണല്ലേ. ബർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യാൻമാറിൻ്റെയൊക്കെ നേരത്തെയുള്ള ഫോമർ ക്യാപിറ്റലാണ് എന്ന് പറയുന്നത് റങ്കൂൺ എന്ന് പറയുന്നത്. അപ്പോൾ മ്യാൻമാറിൻ്റെ ഫോമർ ക്യാപിറ്റൽ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റങ്കൂൺ. ഏതായിരുന്നു? റങ്കൂൺ ആണ് മ്യാൻമാറിൻ്റെ ഫോമർ ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ലക്നൌവിൻ്റെയും കാൺപൂറിൻ്റെയും കോളിംഗ് ക്യാമ്പിൽ എന്നാണ് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ വേറൊരു സോഴ്സിൽ കിടന്നതെന്ന് വെച്ചാൽ ലക്നൌവിൽ ഹെൻറി ലോറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹമാണ് അടിച്ചമർത്തിയതെന്നാണ് പറയുന്നത്. കോളിൻ ക്യാമ്പലാണെങ്കിൽ കാൺപൂറിലായിരുന്നു. ജോൺ നിക്കോൾസൺ ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരുടെ പേരുകളാണ് ഞാൻ പറയുന്നത്.
ഡൽഹിയിൽ ജോൺ നിക്കോൾസൺ, ലക്നൌവിൽ ഹെൻറി ലോറൻസ്, കാൺപൂരിൽ കോളിൻ ക്യാമ്പൽ, ഝാൻസി ആൻഡ് ഗോളിയോർ എന്ന് പറയുന്നത് ഹ്യൂഗ്രോസ് ആണ്. അതുപോലെ ബറേലിയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിൻ ക്യാമ്പലാണ്. ബറേലിയിൽ ആരായിരുന്നു? കോളിൻ ക്യാമ്പലാണ് വരുന്നത്. അലഹബാദും അതുപോലെ ബനാറസ് ഇവിടെ നേതൃത്വം കൊടുത്ത വ്യക്തിയാരാണ്? ലിയാഖത്ത് അലിയാണ് നേതൃത്വം കൊടുത്തത്. പക്ഷെ അതിനെ അടിച്ചമർത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ ഓൺസെല്ലാണ് അടിച്ചമർത്തിയത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് ബീഹാറിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവർ സിംഗിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബീഹാറിൽ വില്യം ടെയ്ലർ ആയിരുന്നു. വില്യം ടെയ്ലർ. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഓർത്തിരിക്കുക, വില്യം ടെയ്ലർ ആയിരുന്നു. ഓക്കെ. അപ്പം അത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റംഗൂണിലോട്ട് പലായനം ചെയ്തു, പലായനമല്ല നാട് കടത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ ബഹദൂർ ഷാ സെക്കൻഡിനെ. ആരാണ്? വില്യം ഹോഡ്സൺ ആണ്. ഹോഡ്സന്റെ മുന്നിലാണ് ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം റംഗൂണിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുന്നു. റംഗൂൺ എന്ന് പറയുമ്പോൾ മ്യാൻമാറിൻ്റെ പഴയ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ അദ്ദേഹം റംഗൂണിൽ വെച്ചിട്ട് മരണം അടയുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ഹി ഡൈഡ് ഇൻ റംഗൂൺ. ഓക്കെ. നാനാ സാഹിബ് നേപ്പാളിലേക്കാണ് പലായനം ചെയ്തത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് വെച്ചാൽ ദോണ്ടു പന്ത്. എന്താണ്? ദോണ്ടു പന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര്. താന്തിയ തോപ്പിയുടെയാണ് പക്ഷെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. ഓക്കെ. ബുദ്ധികേന്ദ്രം ആരായിരുന്നു എന്ന് ചോദിക്കാം. ബുദ്ധികേന്ദ്രം, ഇതിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു വെച്ചാൽ നാനാ സാഹിബാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. നാനാ സാഹിബാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ കാൺപൂരായിരുന്നു നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് അല്ലേ, കാൺപൂരിൽ. അപ്പം നാനാ സാഹിബാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വന്ധ്യവയോധികനുണ്ട്. ഈ റിവോൾട്ടേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര പ്രായം ചെയ്ത 80 വയസ്സൊക്കെ ഉള്ള ഒരു വന്ധ്യവയോധികനുണ്ടായിരുന്നു. ആ സമയത്ത് 80 വയസ്സിലാണ് ആ റിവോൾട്ടിന് ഇറങ്ങിയത്. അതാരാന്ന് വെച്ചാൽ കൺവർ സിംഗ് ആണ്. ആരാണ്? കൺവർ സിംഗ്. ബീഹാർ, ആറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്ത കൺവർ സിംഗ് ആണ്. അതുപോലെ തന്നെ ജഗദീഷ്പൂർ ഇവിടെയൊക്കെയാണ് നേതൃത്വം കൊടുത്തത്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് VD സവർക്കർ ആണ്. ആരാണ്? VD സവർക്കർ ആണ് എഴുതിയത്. അദ്ദേഹമാണ് നമ്മുടെ 1757 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതിയതും ആര് തന്നെ ആയിരിക്കാം? VD സവർക്കർ. ആ പേര് വെച്ച് തന്നെ നമുക്ക് പറയാം. ഗ്രേറ്റ് റിബല്യൺ, അടുത്തത് കുറേ ബുക്കുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാനായിട്ട്. ഗ്രേറ്റ് റിബല്യൺ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അശോക് മെഹ്തയുടെയാണ് ആ ബുക്ക്. 1857 റിവോൾട്ടിനെ പറ്റി എഴുതിയ ബുക്സുകളാണ് ഈ പറയുന്നത്. ദ ലാസ്റ്റ് മുഗൾ, ആരായിരുന്നു ലാസ്റ്റ് മുഗൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ബഹദൂർ ഷാ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ദ ലാസ്റ്റ് മുഗൾ എന്ന് വന്ന ബുക്ക് ബൈ വില്യം ഡാൾ റിംപിൾ. ഓക്കെ. 1857 എന്ന് മാത്രമുള്ള ഒരു ബുക്ക്, ആ വർഷം മാത്രമേ ഉള്ളൂ. ആ ബുക്ക് എഴുതിയത് SN സെൻ ആണ്, അതായത് സുരേന്ദ്രനാഥ് സെൻ ആണ് ആ ഒരു ബുക്ക് എഴുതിയത്. ഓക്കെ. ഈ ബുക്കിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് അദ്ദേഹം വെറുതെ എഴുതിയതല്ല. അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം 1857 എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്ക് എഴുതിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ് ആണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഇന്ത്യ ഗവൺമെൻറ് മുഖാന്തരം ഇന്ത്യ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? SN സെന്നിൻ്റെ ആണ്. ഏതാണ് അതിൻ്റെ പേര്? 1857. ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് 1857 റിവോൾട്ടിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? VD സവർക്കർ ആണത് പറഞ്ഞത്. ഏൾ സ്റ്റാൻലി ആണ് ആദ്യമായി ശിപ്പായി ലഹള എന്ന പദം യൂസ് ചെയ്തത്. അപ്പോൾ ശിപ്പായി ലഹള നമ്മൾ പറയുമല്ലേ. അപ്പോൾ ആ ഒരു പദം ആദ്യമായിട്ട് യൂസ് ചെയ്ത്, അതിന് ശേഷം പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏൾ സ്റ്റാൻലി ആണ് എന്ത് ചെയ്തത്? ശിപ്പായി ലഹള എന്ന് ഇതിനെ പറയാൻ ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി അദ്ദേഹമാണ്. 1857 കലാപത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി
അപ്പോൾ 1757 കലാപത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. അതുപോലെ കാൾ മാർക്സ്, ഏംഗൽസ് ഇവരൊക്കെ 1757 കലാപത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം എന്ന് തന്നെയാണ് അവരുടെയൊക്കെ ബുക്കുകളിലും മറ്റുമൊക്കെ എഴുതിയിരുന്നതും. അപ്പം ആദ്യമായിട്ട് ദേശീയ കലാപമാണ്, ഇന്ത്യയുടെ ദേശീയ കലാപമാണ് ഈ വിപ്ലവം എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ് പറഞ്ഞത്. പിന്നെ കാൾ മാർക്സ്, ഏംഗൽസും ഒക്കെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്.